ഹലോ ഗൈസ്, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോന്നു. ഏട്ടൻ്റെ വീട്ടിലെ എല്ലാവരും വർക്കിന് പോയതിനാൽ അവിടെ ആരും ഇല്ലാത്തത് കൊണ്ടും എൻ്റെ വീട് അടുത്തായതുകൊണ്ടും എനിക്കിത് സുഖമാണ്. അപ്പോൾ ഞാൻ തെച്ചൂട്ടനും എൻ്റെ കുട്ടിയുമായിട്ട് വീട്ടിലേക്ക് പോകുന്നു. ഇവിടെ അമ്മ അച്ഛൻ ഞങ്ങളാണുള്ളത്. അപ്പം വന്ന പാടെ തന്നെ ആശാൻ്റെ കളിസാധനങ്ങളൊക്കെ ആയിട്ട് അവൻ്റെ ഗെയിമിലേക്ക് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഞാൻ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇവിടെ അമ്മമ്മയും അമ്മച്ചനൊക്കെ ആയിട്ട് അവൻ കളിവട്ടത്തിലായിരുന്നു. അമ്മച്ചനെ കുറേ ഉപദ്രവിച്ചു, കുറേ പാട്ടുകളും ഒക്കെ കൈപ്പിടിച്ച് കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് അവൻ കുറേ ഉപദ്രവിക്കുന്നുണ്ട്. അമ്മമ്മ അവിടെ കാര്യമായിട്ട് എൻ്റെ അനിയത്തിനെ ഫോൺ വിളിച്ചിട്ട് വർത്തമാനം പറയുകയാണ്. അവന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇങ്ങനെ അച്ഛനോ അല്ലെങ്കിൽ ഏട്ടനോ ആരെങ്കിലുമൊക്കെ ഒന്നിങ്ങനെ കിടന്നു കഴിഞ്ഞാൽ വയറ്റുമ്മ കയറിയിട്ട് ഇങ്ങനെ ചാടിക്കളിക്കുക. അപ്പോൾ കാര്യമായിട്ട് അതിൻ്റെ കളിയിലാണ് അവരുണ്ടാരും. അവന് പിന്നെ ഇതൊക്കെ ഒരു രസം. ആശാൻ തമാശയ്ക്കാണെങ്കിൽ ഇടയ്ക്ക് അങ്ങനെ വയറിനും ചവിട്ടുമ്പോൾ ഒക്കെ നല്ല വേദനയൊക്കെ വരും കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛൻ നോക്കണം കേട്ടോ, കണ്ണിനൊക്കെ പറ്റും, കണ്ണിനൊക്കെ നല്ല തല്ല, അപ്പോൾ കണ്ണിനൊക്കെ നല്ലതായിട്ട് പറ്റും. ഇങ്ങനെ ഓരോരുത്തർ കുറുമ്പുകളൊക്കെ ആയിട്ട് ഞങ്ങളിങ്ങനെ ആസ്വദിച്ച് കുത്തിരിക്കുകയും സമയം പോണതേ അറിയില്ല. അവനും അവൻ്റേതായ കളിവട്ടത്തിലായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അമ്മ അവിടെ വിളിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ മൈൻഡ് ചെയ്യുന്നുണ്ട്. കുറേ കളി സമാനമുണ്ട് അന്നൂസിൻ്റെ, അതായത് എൻ്റെ അനിയത്തിൻ്റെ കുട്ടീൻ്റെ. അതൊക്കെ നിരത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് അത് പെറുക്കി കൂട്ടൽ തന്നെയാണ് പണി. ഇവിടേക്ക് വിളിച്ചാൽ അവിടേക്ക് പോകണ സ്വഭാവമായതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തും അടങ്ങി നിൽക്കില്ല. ഞാൻ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോൾ കുറേ പോസ് ചെയ്ത് കുറേ ഡിമാൻഡാക്കി. പിന്നെ ആശാനെ വിശന്നപ്പോൾ അമ്മ കുറുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ കഴിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഡിമാൻഡാക്കുന്നുണ്ട്. ഭക്ഷണം കഴിക്കാൻ നല്ല മടിയാണ് ഗൈസ്. അതായത് അനിയത്തിൻ്റെ കുട്ടിയാണെങ്കിൽ കഴിച്ചോളും. ഇവന് നല്ല ഡിമാൻഡാണ്. ഇടയ്ക്ക് ഇങ്ങനെ ഫോണൊക്കെ കാണിച്ചു കൊടുത്താലൊക്കെ എന്നാൽ പോലും കഴിക്കൂല. ഒക്കെ മല്ലയുദ്ധത്തിന് ശേഷം ആശാനൊന്ന് കുറച്ച് നേരം ഉറങ്ങി. അപ്പം ഞാൻ എൻ്റേതായ സ്പേസിലേക്ക് വന്നു. കുറച്ച് നേരമൊക്കെ ഫോൺ കളിച്ചു. ഉറങ്ങുമ്പം നന്നായിട്ട് ഉറങ്ങിക്കോളൂ കേട്ടോ. പിന്നെ അമ്മച്ചനും കൂടി സപ്പോർട്ടിന് വേണ്ടി വന്ന് ആ നേരം കൊണ്ട് ഞാനും അമ്മ അടുക്കളയിൽ കയറി. അമ്മയ്ക്കാണെങ്കിൽ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാനും സോനയോ അല്ലെങ്കിൽ എൻ്റെ അനിയത്തിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ അമ്മ കിച്ചണിലേക്കും വൈകുന്നേരത്തേക്കുള്ള പരിപാടിയില്ല. അപ്പോൾ ഉറങ്ങൊന്നും വേണ്ട. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ കലത്തപ്പ ഞാൻ വീഡിയോ എടുക്കേണ്ടത് പറഞ്ഞപ്പോൾ പോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടത്. അപ്പം അമ്മ അത് ഏകദേശം ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മച്ചനും മോനും ഇപ്പോഴും നല്ല ഉറക്കമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ പോയി നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കലത്തപ്പം റെഡി. അമ്മ അതിനെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീട്ടിലേക്ക് കൊടുക്കാനുള്ളതൊക്കെ ഉണ്ട്. പിന്നെ വൈകുന്നേരമായി, ഏട്ടനെത്തി, പണി കഴിഞ്ഞ് വന്ന് ഏട്ടനെത്തി. ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടി. അപ്പോൾ വീടിൻ്റെ മുകളിൽ ശോഭേട്ടൻ്റെ മോളാണ് കേട്ടോ. അവൻ്റെ വലിയ ഫ്രണ്ടാണ്. ഓളെത്തി കഴിഞ്ഞാൽ ഓടിയെത്തും ഇവണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ഓനും വലിയ കാര്യമാണ് കേട്ടോ. പിന്നെ ഓൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം കളിച്ച് അങ്ങനെ വല്ലാത്ത നാണോ ഓള് വന്നപ്പോൾ. അവിടെ ഇടയ്ക്കിടയ്ക്ക് അച്ഛനെ നോക്കുന്നുണ്ട്. അച്ഛൻ ഫോണുമായിട്ട് പോയി കഴിഞ്ഞാൽ അപ്പോൾ കരച്ചിൽ തുടങ്ങും. ഏട്ടൻ എപ്പോൾ നോക്കിയാലും അവിടെ വേണം അവൻ്റെ കൺമുന്നിൽ. എന്നിട്ടും അങ്ങനെ കുറേ കളിക്കും. ഇടയ്ക്കും പോകാൻ സമ്മതിക്കില്ല ഏട്ടനെ. എന്നെക്കാളും കാര്യം ഏട്ടൻ തന്നെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ചായയൊക്കെ കുടിച്ചു തിരിച്ച് വീട്ടിലേക്ക് പോയോണ്ടിരിക്കുകയാണ്. ഏട്ടൻ ഞങ്ങളെയും കൂടി കൂട്ടിയിട്ട് വന്നു. അടുത്തായതുകൊണ്ട് തന്നെ ഇപ്പോൾ വളവിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. എൻ്റെ വീടും ഏട്ടൻ്റെ വീടും അതായത് അത്ര അടുത്താണ്. അപ്പോൾ ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഗൈസ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. അടുത്തായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ പോയി വരാനൊക്കെ അടുക്കുന്ന നല്ല സുഖമാണ്. വളരെ അടുത്താണ്.